ഏതായാലും ടീച്ചറിനോട് ചോദിക്കാനുള്ളത് ടീച്ചറിൻ്റെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചാണ്. സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങിയ അപ്പം മുതലുള്ള ടീച്ചറിന് പ്രിയപ്പെട്ട കുട്ടികളെക്കുറിച്ചും അധ്യാപകരെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമാണ്. ടീച്ചറെ, അപ്പോൾ ഏതായാലും നമുക്ക് കുട്ടികളെക്കുറിച്ച് അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം അല്ലേ, പങ്കുവയ്ക്കാം അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, UP സ്കൂളിൽ ശ്രീകൃഷ്ണപുരം UP സ്കൂളിലാണ് അധ്യാപികയായിട്ട് ചേർന്നത്. അവിടെ എന്നേക്കാളൊക്കെ പ്രായമുള്ള അധ്യാപകരാണ് ഭൂരിഭാഗം ഉണ്ടായിരുന്നത്. അവരൊക്കെ വളരെ സ്നേഹത്തോടു കൂടി, ഒരു ജാനകി ടീച്ചർ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്. മാത്രമല്ല ഇവിടുത്തെ ഒരു എന്താ പറയുക, കാര്യസ്ഥൻ എന്നൊക്കെ പറയുന്ന ആളുടെ മകളായിരുന്നു പാട്ടത്തിലെ ജാനകി ടീച്ചർ. ജാനകി ടീച്ചറാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓപ്പോളെ ഇവിടെ വന്ന് പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് ഓപ്പോളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇവിടുന്ന് വലിയ മുത്തപ്പൻ പറഞ്ഞു അത്രേ, കുട്ടി അങ്ങോട്ടൊന്നും കൊണ്ടുപോകണ്ട, സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകണ്ട, കുട്ടിയെ വേണമെങ്കിൽ ഇവിടെ ആരെങ്കിലും വരുത്തി പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ ഓപ്പോൾക്ക് എഴുത്തിക്ക് പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട കഥ എപ്പോഴും പറയാറുണ്ട് അവർ രണ്ടുപേരും. ടീച്ചറും അതെ, എഴുത്തിയതെ, അത് പറഞ്ഞ് ദുഃഖിക്കാറുണ്ട്. അന്ന് കരഞ്ഞുകൊണ്ട് പോയ പോക്ക് ഇപ്പോഴും മനസ്സിലുണ്ടെന്ന് ടീച്ചർ എപ്പോഴും പറയും. ടീച്ചർ ഒരു കവി ആയിരുന്നു കേട്ടോ. കവിതകൾ റിട്ടയർ ചെയ്തിട്ട് നിരവധി കവിതകൾ എഴുതിയിട്ടുണ്ട്. ഒരു ഭക്തകവിയായിരുന്നു. ആ ടീച്ചറെയാണ് എനിക്ക് ആ സ്കൂളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ടീച്ചറുടെ മുഖമാണ്. പിന്നെ അച്ചുവൻകുട്ടി മാഷ് ദേശീയ അവാർഡ് കിട്ടിയ മാഷാണ്. വലിയ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് മാനേജരും ഹെഡ് മാഷും. അദ്ദേഹം ഒരു നാട്ടിലൊക്കെ പ്രശസ്തനായിട്ടുള്ള ഒരാളാണ്. പിന്നെ കുറേ സഹപ്രവർത്തകർ ആയിട്ടുള്ള അധ്യാപകർ, അവരെയൊക്കെ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഓർക്കാൻ കഴിയുക. കാരണം ഞാനിങ്ങോട്ട് ആദ്യം ഫ്രഷായി ചെല്ലല്ലേ കോളേജിൽ നിന്ന്. എനിക്കാണെന്ന് വെച്ചാലോ പഠിപ്പിക്കാൻ ഇങ്ങനെ വലിയ ആഗ്രഹമായിട്ടാണ് ചെല്ലണത്. അപ്പോൾ ഇംഗ്ലീഷാണ് എനിക്ക് കിട്ടണത്. അപ്പം ഞാൻ ഈ UP സ്കൂളിലെ കുട്ടികളോട് ഇംഗ്ലീഷിലാണ് ക്ലാസ് എടുക്കുക. ഇംഗ്ലീഷിൽ പിന്നെയാണ് എനിക്ക് മനസ്സിലാവണത് ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ. അതുപോലെ എന്താ പറയുക, ടെമ്പസ്റ്റും അതുപോലെ ഷേക്സ്പീരിയൻ കഥകളും ഒക്കെ ഞാൻ അങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഒഴിവുള്ള സമയത്തൊക്കെ. കുട്ടികൾ കേട്ടിരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല, മനസ്സിലായിട്ടാണോ അല്ലേന്ന് ഇപ്പോഴും പറയാറുണ്ട് കുട്ടികൾ. ആ ക്ലാസ്സിനെ കുറിച്ചൊക്കെ ഭയങ്കര ഇതായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട് കുട്ടികൾ ഇപ്പോൾ കാണുമ്പോഴും കൂടി അന്നത്തെ ക്ലാസ്സിനെ കുറിച്ച്. അങ്ങനെ ഒരു നല്ല അധ്യാപിക എന്ന് കുട്ടികളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നാണ് ഇപ്പോഴും അവരിപ്പോഴും ഓർക്കുമ്പോൾ. ഇന്നിവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എൻ്റെ ശിഷ്യനാണ്, അരവിന്ദാക്ഷൻ എൻ്റെ ശിഷ്യനാണ്. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് എനിക്കൊരു അവാർഡ് തന്നു, ഒരു GP അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഒരു സോണൽ മാനേജറുണ്ട്, ആ ഹരിദാസൻ. അദ്ദേഹം എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ അവർ രണ്ടുപേരുള്ള വേദിയിലാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷമായത്. ആ ശിഷ്യരുടെ, അന്നത്തെ ശിഷ്യരുടെ ആദ്യകാല ശിഷ്യരാണ് അവർ. ഇപ്പോഴും ആ കുട്ടികൾ നമ്മളെ ഓർക്കുന്നു, നമ്മളെ സ്മരിക്കുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ അധ്യാപകരായാലും അതെ, വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. ആ സ്കൂളിൽ നിന്ന് ആണ് ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആവണതും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഈ അമ്മമാരെ പോലെ അവിടുത്തെ ടീച്ചേഴ്സ് എന്നോട് സഹായം ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഓർമ്മകളാണ് ആ സ്കൂളുമായിട്ട് എനിക്കുള്ളത്. കുട്ടികളായാലും അതെ, നാട്ടിലെ സ്കൂളായതുകൊണ്ട് ഇന്നും കുട്ടികളെ നമ്മൾ കാണും. അവരൊക്കെ തന്നെ എന്നോട് വളരെ സന്തോഷമായിട്ടും സ്നേഹത്തോടെയും പെരുമാറുന്നുണ്ട്. അവിടെ സമരം എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ ഈ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണല്ലോ അതൊക്കെ, സമരം ചെയ്യലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അധ്യാപക സമരം വന്നപ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല. പ്രൊബേഷൻ കഴിയണതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തു. ഇവിടെ അച്ഛനോടൊന്നും പറയാതെയാണ് സമരത്തിലൊക്കെ പങ്കെടുത്തത്. 1 മാസം നീണ്ടു നിന്ന സമരമായിരുന്നു അത്. അതിൽ പ്രൊബേഷൻ കഴിയാത്തതുകൊണ്ട് ഷോക്കോസ് നോട്ടീസ് വന്നു. അത് കൈപ്പറ്റാതെ അങ്ങനെ കഴിഞ്ഞ് സമരം അവസാനിച്ചു. പക്ഷേ അത് സമരം ചെയ്തത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ അന്നത്തെ അച്യുതൻകുട്ടി മാഷ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആണോ അല്ലേ എന്നറിയില്ല. എന്തായാലും ആ വർഷം ഡിവിഷൻ ഫോള് വന്നു. ഒരു കുട്ടിയുടെ കുറവുകൊണ്ട് ഡിവിഷൻ ഫോള് വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്ക് പിന്നെ അതിനെപ്പറ്റി ഒന്നും ഒരു ബേജാറുമില്ല, അറിയില്ല. അതുകൊണ്ട് സുഖമായിട്ട് പോയി.
പക്ഷേ ജൂലൈ 15-ാം തീയതി എനിക്ക് അവിടുന്ന് പോരേണ്ടി വന്നു. പക്ഷേ 16-ാം തീയതി തന്നെ ഞാൻ കല്ലടി സ്കൂളിൽ ജോയിൻ ചെയ്തു. 1981 കേട്ടോ. 81 ജൂലൈയിൽ ഞാൻ കല്ലടി സ്കൂളിൽ, ഹൈസ്കൂളാണ്. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ട് ഹൈസ്കൂളിൽ പോകാൻ. പക്ഷേ പൈസയൊക്കെ കൊടുത്താൽ അവിടെ റെഡിയാക്കി ഹസ്ബൻഡ്. അതുകൊണ്ട് 16-ാം തീയതി തന്നെ ഒരു വാശിയായിരുന്നു. 16-ാം തീയതി തന്നെ ഞാനത് അവിടെ ജോയിൻ ചെയ്തു. കല്ലടി സ്കൂളും എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. കാരണം എൻ്റെ നിരവധി ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. അവിടെ ഒരു പഴയ കോളേജ് കാലം ഓർമ്മിക്കണ വിധത്തിലായിരുന്നു സ്റ്റാഫ് റൂം. കാരണം എല്ലാവരും ചെറുപ്പക്കാർ, അവിടുത്തെ ഹെഡ് മാഷ് അടക്കം ചെറുപ്പം. അപ്പോൾ എല്ലാവരും കൂടിയിട്ടൊരു മേളായിരുന്നു വാസ്തവത്തിൽ. മാത്രമല്ല പലപ്പോഴും സിനിമയ്ക്ക് പോക്ക്, ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള കോളേജ് തലത്തിലുള്ളൊരു രീതിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള പഠിപ്പിക്കലും രീതിയായിരുന്നു. കുട്ടികളും അതെ, വളരെ സ്നേഹസമ്പന്നർ തന്നെയായിരുന്നു. കുട്ടികളെയൊക്കെ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. അവരിൽ പലരും ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന, കല്ലടിയിൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടേ ടീച്ചറേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ, നമുക്കൊക്കെ കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് തന്നെയല്ലേ ശിഷ്യ സമ്പത്ത്. അത് വേണ്ടുവോളം കിട്ടുന്നുണ്ട്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കല്ലടിയിലും അതെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ PSC കിട്ടി. മനസ്സില്ല, മനസ്സോടെ ഞാൻ കല്ലടി വിട്ടു എന്നുള്ളതാണ് സത്യം. സെൻഡ് ഓഫ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ കുട്ടികളോടും പറഞ്ഞില്ല ഞാൻ പോവുകയാണെന്ന്. പക്ഷെ ഞാൻ അവിടുന്ന് ലാസ്റ്റ് ദിവസം ഇറങ്ങണ സമയത്ത് ക്ലാസ്സിലെ എല്ലാ കുട്ടികളും കൂടി എൻ്റെ പിന്നാലെ. അതൊരു വലിയ അനുഭവമായിരുന്നു. എല്ലാ കുട്ടികളും ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ക്ലാസ്സിൽ നിന്ന് അവർ ടീച്ചേഴ്സ് അനുവദിച്ചിട്ടുണ്ടാവും. ക്ലാസ്സിൽ നിന്ന് ഓരോ ക്ലാസ്സിൽ നിന്നായിട്ട് ഞാൻ പഠിപ്പിക്കണ കുട്ടികൾ മുഴുവൻ എൻ്റെ പിന്നാലെ ഗേറ്റ് വരെ എന്നെ അനുഗമിക്കുക. വലിയൊരു കാഴ്ചയായിരുന്നു അത്. അതൊരു അനുഭവമാണ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ കല്ലടി കഴിഞ്ഞിട്ട് PSC കിട്ടിയത് കരിമ്പിലാണ്, കരിമ്പ ഹൈസ്കൂൾ. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം. കാഴ്ചയിലേറെ വളർന്നു നാമെങ്കിലും ഓർമ്മകൾക്കിന്നും ചെറുപ്പമല്ലേ. മിഴികളും മൊഴികളും മങ്ങിയാലും നമ്മൾ പാടെ മറക്കുമോ പോയ കാലം.